ഹലോ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എടുത്തേക്കണ MCX ആണ്. MCX ഒരു 2-3 ദിവസമായിട്ട് നല്ല ബുള്ളിഷായിരുന്നു. അപ്പോൾ ഇന്നൊരു ഡൗൺ ട്രെൻഡ്. കാര്യം ഇപ്പോൾ ആ ഷെയറിൻ്റെ ഏറ്റവും ടോപ്പ് പ്രോഫിറ്റ് റേറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 8,000 സംതിങ് കണ്ടിട്ട് ഉണ്ടെന്ന് തോന്നുന്നു. അതെ, 8,000 എത്താറായി. അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഡൗൺ ആവുമെന്നാണ് ഞാൻ കരുതിയത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സെൽ ഓർഡർ തന്നെയാണ് കരുതി നിൽക്കുന്നത്. ഒന്നും കൂടി ബുള്ളിഷായിട്ട് പോകുന്ന പോലെയൊക്കെ തോന്നി, പക്ഷെ ഞാൻ എൻട്രി എടുത്തില്ല. പോയാൽ ഇനി സെൽ ഓർഡർ തന്നെ എടുക്കാമെന്ന് നോക്ക്. അപ്പോൾ എൻ്റെ രീതിയൊക്കെ ഇതൊക്കെയാണ്. ഇങ്ങനെയാണ് ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ 1-2 ദിവസത്തെ ആ ചാർട്ട് നോക്കിയിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസി ഒക്കെ വെച്ചിട്ടാണ് ഈ ഷെയറുകളുടെ മൂവ്മെൻറ്റ് നോക്കിയിട്ടാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത്. അല്ലെങ്കിൽ ചെറിയ ചെറിയ സപ്പോർട്ട് റെസിസ്റ്റൻസി, ഇത് സ്കാൽപ്പ് ട്രേഡിംഗ് ആണ്. അപ്പോൾ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അധികം പ്രശ്നം ഉണ്ടാകില്ല. ചാർട്ട് ഇപ്പോൾ എൻ്റെ അടുത്തത് നേരത്തെ ആ ഓറഞ്ച് ലൈനിൽ നോക്കിച്ച് ആ ഒരു പ്രൈസ് റേഞ്ചിൽ വെച്ചിട്ടാണ് നമ്മളൊരു സെൽ ഓർഡർ എടുത്തത്. ടിവിയുടെ സ്വരമൊക്കെ ആണെങ്കിൽ പറയേണ്ട പോലെ കോപ്പറേറ്റിംഗ്. ഇത് എത്രാമത്തെ പട്ടം ഇപ്പോൾ എഡിറ്റ് ചെയ്യണമെന്ന് അറിയാം. അപ്പോൾ ഇതൊരു 50 പോയിൻ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 50 കഴിഞ്ഞ് ഈ ഷെയർ താഴേക്ക് പോയി. പക്ഷേ ഫസ്റ്റ് ട്രൈഡ് ഒരു 50 എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ബലമാണ്, പിന്നെ കുഴപ്പമില്ല. ഇതിന് റിട്ടേൺ കയറിയാൽ പിന്നെ പണിയാണ്. അതുകൊണ്ട് ആദ്യത്തെ 50 എടുത്ത് മാറ്റിയിട്ട് നമുക്ക് നോക്കാം നല്ല രീതിയിലാണ്. അപ്പോൾ 500 ഓർഡർ ആയിട്ടുണ്ട്. എക്സിക്യൂട്ടീവായി 545. അപ്പോൾ 54 പോയിന്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇന്നൊരു 50 പോയിന്റ് എടുത്താൽ നമ്മുടെ ടാർഗറ്റ് 100 പോയിന്റാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ആ യെല്ലോ ലൈൻ നോക്കിച്ച് ആ ഒരു പ്രൈസ് റേഞ്ചിൽ 7,854 53 ആ ഒരു റേഞ്ചിലെത്തിയപ്പോഴാണ് നമ്മൾ 64 ആ റേഞ്ചിലെത്തിയപ്പോഴാണ് നമ്മൾ എടുത്തത്. ചെറിയൊരു ഇതായതുകൊണ്ട് കാണാൻ പറ്റില്ല. രണ്ടാമത്തെ ഈ ഹൽ എന്ന് പറഞ്ഞ ഈ ഷെയർ ചെയ്യുന്നതാണ് ആ ഒരു യെല്ലോ ലൈൻ ഉണ്ട്. അവിടെ നിന്നാണ് നമ്മൾ എൻട്രി എടുത്തത്, സെൽ ഓർഡർ എടുത്തത്. അപ്പോൾ ആ ഒരു അത്രയും കയറി നിൽക്കുന്നതുകൊണ്ട് ആ ഒരു അതിൻ്റെ മുമ്പത്തെ ആ ഒരു സപ്പോർട്ടിൽ വന്ന് മുട്ടുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ നമുക്ക് അവിടെ വരെ വന്ന്, പക്ഷേ കുറേ ടൈം എടുത്ത്. 10 മണിക്ക് പിടിച്ച ഷെയർ ഏകദേശം ഒരു 12:30 വരെ നമ്മളിട്ട് വെള്ളം കുടിപ്പിച്ച്. ആകെ തന്നത് ഒരു 30 പോയിന്റാണ്. ഞാനത് ആ ഷെയർ എനിക്കൊരു പ്രതീക്ഷ ഒരു 50 പോയിന്റെങ്കിലും കിട്ടുമെന്നായിരുന്നു. പക്ഷേ നമുക്കത് കിട്ടിയില്ല. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഈ രീതി എന്ന് പറഞ്ഞാൽ 10 ക്വാണ്ടിറ്റി വെച്ചുള്ള പരിപാടിയാണ്. തുറന്ന ഫെയിൽഡായി കഴിഞ്ഞാൽ അടുത്തതിൽ നമ്മൾ 20 ക്വാണ്ടിറ്റി വെച്ച് അടുത്തൊരു എൻട്രി എടുക്കും. അത് കഴിഞ്ഞാൽ ശരിക്കും 60 ക്വാണ്ടിറ്റിയാണ് വേണ്ടത്. പക്ഷേ 60 ക്വാണ്ടിറ്റി എടുക്കാൻ നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഒരു 30 ക്വാണ്ടിറ്റി വെച്ച് തന്നെ അത് 40 ക്വാണ്ടിറ്റി എടുത്തിട്ട് അതിന് നമ്മുടെ ലോസ് മാത്രം മാറ്റിയിട്ട് എസ്കേപ്പ് ചെയ്യും. അതാണ് പരിപാടി. ഇപ്പോൾ 2 ഘട്ടം വരെ പോകാനുള്ള പൈസ ഉള്ളൂ. അപ്പോൾ ഈ ഷെയർ നമുക്കൊരു ഉച്ചയപ്പോൾ ഒരു 306 രൂപ, അതായത് 300 പോയിന്റ്, ഒരു 30 പോയിന്റ് നമുക്ക് കിട്ടി.
2 ട്രേഡും കൂടി 850 രൂപയോളം നമുക്ക് വന്നു. കുറേ നേരം കിടന്നു. ഈ ചെയ്യണമെന്ന് വെച്ചാൽ സപ്പോർട്ട് റെസിഡൻസിയുടെ പരിപാടി ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ പരിപാടിയാണ് ഇത്. എൻ്റെ രീതിയാണ്. പലരും സ്കാൽപ്പ് ട്രേഡിങ് പല രീതിയിൽ ചെയ്യും. ഞാൻ ചെയ്യുന്ന ഈ ഒരു രീതിയാണ്. നല്ല വോളിയുള്ള ഷെയറുകളിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കിയിട്ടാണ് ട്രേഡ് എടുക്കുന്നത്. എന്നിട്ട് അത് ഇതുവരെ എത്താൻ വേണ്ടി ഒന്നും നിൽക്കുകയല്ല. നമ്മൾ പ്രോഫിറ്റ് കണ്ടതിന് ഒരു 30 പോയിന്റ് 20 പോയിൻ്റൊക്കെ വെച്ചിട്ട് വിറ്റ് മാറും. രാവിലെ മാത്രമേ ഒരു 50 പോയിൻ്റൊക്കെ നോക്കൂ. അല്ലെങ്കിൽ അത്രയ്ക്ക് നല്ല ഷെയർ ആണെങ്കിൽ മാത്രമേ കയറ്റി വിടുള്ളൂ. അങ്ങനെ അതും നമുക്ക് 851 പോയിന്റ്. അപ്പോൾ ഇവിടെ വെച്ച് നിർത്തിയാൽ മതിയായിരുന്നു. കാര്യം 12:30 കഴിഞ്ഞ് 1000 എത്തിക്കാലാന്ന് കരുതി MCX നല്ല മൂവിങ് ആയിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു എൻഡിൽ വെച്ചിട്ടാണ് കണ്ടത്. അതിൻ്റെ ഇടയിൽ അത്രയും പെട്ടുപോയി. നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുത്തില്ല, പ്രോഫിറ്റ് തന്നില്ല. രണ്ടാമത് MCXൽ ചെന്നിട്ടൊരു 10 ക്വാണ്ടിറ്റി എടുത്ത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് രാവിലത്തെയും പിന്നെ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോയപ്പോഴാണ് നമ്മൾ ആ യെല്ലോ ലൈൻ നോക്കി പോയപ്പോഴാണ് നമ്മൾ എൻട്രി എടുത്തത്. അപ്പോൾ മുകളിലേക്ക് ശരിക്കും പോകുന്നതാണ് കരുതിയത്, പക്ഷെ പോയില്ല. അപ്പോൾ ഇത് 20 ക്വാണ്ടിറ്റി എടുത്തത്. നേരത്തെ 10 പോയപ്പോഴാണ് ലോസിൽ പോയപ്പോൾ ഒരു 500ഓളം പ്രോഫിറ്റ് ആയി. അപ്പോൾ ഒരു 100-300ഓളം ലോസ് വന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു 20 ക്വാണ്ടിറ്റി എടുത്തിട്ടാണ് അടുത്ത എൻട്രി എടുത്തത്. അതൊരു ബൈ ഓർഡറാണ് എടുത്തത്. 1000 എത്തിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ 1200 വരെയൊക്കെ പോയി. അപ്പോൾ ആ സമയത്ത് തന്നെ വിറ്റ് മാറിയാൽ മതിയായിരുന്നു. പക്ഷെ അത് പിന്നെ താഴത്തേക്ക് വന്നു. അപ്പോൾ എന്നാലും സാരമില്ല, നമ്മൾ 1000 പേര് എത്തിക്കും എന്നുള്ളൊരു ആവശ്യമുണ്ട്. എത്തിച്ചില്ലെങ്കിൽ കാര്യമൊന്നുമില്ല കേട്ടോ. ആ 2 ട്രേഡിൽ 850 എടുത്താൽ അതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല പ്രോഫിറ്റ് കയറുള്ളൂ. ഇതിപ്പോൾ ഒരു ബ്രോക്കറേജും കഴിഞ്ഞൊന്നും ഉണ്ടാവില്ല ശരിക്കും പറഞ്ഞാൽ. 150 അങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഒരു 3 ട്രേഡിൻ്റെ ഒരു ബ്രോക്കറേജ് മാറും, അത്രേ ഉള്ളൂ. മൊത്തം 4 ട്രേഡ് എടുത്ത് അതിൽ ഒരെണ്ണം മാത്രം നമുക്ക് ലോസ് ആയിട്ടുള്ളൂ. നല്ല ഷെയർ കിട്ടിയാൽ നമുക്ക് രാവിലെ തന്നെ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാം. ഇന്നലെ നമുക്കൊരു 1500 വരെയൊക്കെ കിട്ടേണ്ടതായിരുന്നു. ഇത് ഒരു സെൽ ഓർഡറും കൂടി ഇന്നലെ ലാസ്റ്റത്തെ ട്രേഡിൽ ചെയ്യാറുണ്ട്. പക്ഷേ അത് ഞാൻ പറയാം, എനിക്ക് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം വന്നുകൊണ്ട് നിന്നില്ല. ഇതൊക്കെ ഒന്ന് ഹാങ് ആകുന്നുണ്ട്. ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല. ഭയങ്കരമായിട്ട് ഓർഡർ കൊടുത്തിട്ടൊന്നും പോകണില്ല. ഇനി ഫോണിൻ്റെ ആണോ അല്ലെങ്കിൽ ഇനി സെർവറിൻ്റെ ആണോന്ന് അറിയില്ല, ആപ്ലിക്കേഷൻ്റെ. 12-13 ഇനി ഒരു 3 ക്വാണ്ടിറ്റിയും കൂടെ ഉണ്ട്. അതുകൊണ്ട് പോയാൽ 1000 എത്തുമെന്ന് പ്രതീക്ഷിക്കും. 1000 എത്തി. 1001 രൂപ, 1 രൂപ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ. 4 ഓർഡർ എടുത്ത് അതിൽ ഒരെണ്ണം നമുക്ക് ലോസ് ആയിരുന്നു. പിന്നെ അത് നമ്മൾ പിടിച്ച് 20 ക്വാണ്ടിറ്റി വെച്ചിട്ട് അങ്ങനെ 100 പോയിന്റ് ഈ ആ യെല്ലോ ലൈൻ നോക്കി വെച്ച് അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ സെല് ചെയ്ത് മാറിയത്. അതിൻ്റെതായിട്ട് പിന്നെ മുകളിലേക്ക് പോയിട്ടോ, ഒരു 1200 മുകളിലേക്ക് കിട്ടിയേനെ. പക്ഷേ കാര്യമില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നാളെ കാണാം. താങ്ക് യു.